മെട്രോ മാറ്റിനി ഈ 19-ാം തീയതി എന്ന് പറയുന്നത് ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടില്ല, മനസ്സിലായോ? ഞാൻ എടുത്തത് എന്റെ സെൽഫിയാണ്. ഞാൻ പോലീസിനെ കാണിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, എന്റെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട്. ഞാൻ എടുത്ത സെൽഫി എന്ന് പറയുന്നത് ഈ 19-ാം തീയതി എന്ന് പറയുന്നത് ഏറാൻ വാട്ടർ അപ്പറേറ്റ് അതോറിറ്റി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഏറാൻ വാട്ടർ അപ്പറേറ്റ് അതോറിറ്റിയുടെ കോടതി അപ്പറേറ്റ് അതോറിറ്റി നിയമിച്ച ഞങ്ങൾ ഈ പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഞാനുമായിട്ട് ഒരു ഭയങ്കര യുദ്ധം നടക്കുന്നുണ്ട്. അത് പത്രത്തിലും കഴിഞ്ഞ ചാനലിലൊക്കെ വന്നതാണ്. അപ്പൊ അതിന് ഇവർക്കൊരു ഇച്ചിരി മോശമായിപ്പോയി. എന്റെ വാർത്ത അമൃത ചാനലിൽ വന്നു, കൈരളി ചാനലിലൊക്കെ വന്നത് കാരണം അവർക്കൊരു ഇച്ചിരി മോശമായിപ്പോയി. അതിനുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആണത്. ഓക്കെ, അതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ 19-ാം തീയതി ഈ കമ്മീഷനിൽ വന്ന് അഡ്വക്കേറ്റ് കമ്മീഷനിൽ വന്ന് പരിശോധന നടത്തി. ഞാനും അഡ്വക്കേറ്റ് കമ്മീഷൻ നടത്തുമ്പോൾ പരാതിക്കാരും രണ്ടുപേരും വേണമെന്നുള്ള അറിയാമല്ലോ. വാദിഭാഗവും എതിർഭാഗവും ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. അപ്പൊ അവിടെ ഈ പറയുന്ന ഏറാൻ വാട്ടർ അപ്പറേറ്റ് അതോറിറ്റി വന്ന കമ്മീഷൻ വാദിഭാഗം മാത്രം, അതായത് അവര് ഈ മണി ഫാമിലി മാത്രം എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനെ മാത്രം ചെയ്തിട്ട് കമ്മീഷൻ പരിശോധന നടത്തി. ഇതിനെതിരെ ഞങ്ങൾ ഒബ്ജക്ട് ചെയ്തു. ഞങ്ങൾ ഈ എതിർകക്ഷികളെല്ലാവരും കൂടെ ഒബ്ജക്ട് ചെയ്തപ്പോൾ അത് പരിശോധന നടത്തുന്നത് എന്റെ പ്രസൻസില്, അവരുടെ റെപ്രസെന്റ് ചെയ്ത് എന്റെ പ്രസൻസില് അവരുടെ ഷോപ്പിനകത്ത് പരിശോധന നടത്തണമെന്നുള്ള ഞങ്ങൾ വാദിച്ചു. ആ വാദിച്ചതിന് പുറത്ത് എന്നെ അതിനകത്ത് കയറ്റി. ഈ കേറ്റി പരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോ ഈ പറയുന്ന ലേഡിയും, അതായത് 1ാമത്തെ നിലയിലാണ്, 2ാമത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ആ വക്കീൽ, എന്താണ് പേര് പറയാം, അഡ്വക്കേറ്റ് സുനിൽ നാരായണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സുനിൽ നാരായണനും ഈ പറയുന്ന ഫാമിലി മാർട്ടിന്റെ ഉടമസ്ഥയായ സ്ത്രീയും, അവരൊരു യുവതിയൊന്നുമല്ല, നല്ല പ്രായമുള്ള സ്ത്രീയാണ്. പിന്നെ അവരെല്ലാവരും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ അവരവിടെ നിന്നില്ല, ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്നെ അതിനകത്ത് ഗെറ്റ് ഔട്ട് ചെയ്യുന്നു. ഈ ഗെറ്റ് ഔട്ട് ചെയ്തതിന്റെ കംപ്ലീറ്റ് ഓഡിയോ ട്രാക്ക് എന്റെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഗെറ്റ് ഔട്ട് ചെയ്തതിന് നിൽക്കുമ്പോൾ നിന്ന് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുകയാണ്. എന്നെ അവിടുന്ന് കമ്മീഷൻ വന്നിട്ട് ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. കമ്മീഷൻ വന്ന് എന്നെ വിളിച്ചിട്ട് സാറെ പുറത്തു പോവാ, ഇതെല്ലാം ആ ട്രാക്കിനകത്തുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാർഷെഡ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും പറയുന്നത് അവിടെ ഒരു പ്രത്യേക ഒരു ഡെക്കറേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ആ ഫോട്ടോ നോക്കും. ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഈ മാറ്റർ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ സെൽഫി എടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ഒരു സെൽഫി എടുക്കുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ടും ക്യാമറയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ അത് പഴയ കണ്ടാൽ അറിയാൻ സെൽഫി തന്നെയാണ്, വ്യക്തമാണ്. ആ എടുക്കുമ്പോൾ ഈ സ്ത്രീ, മുകളിൽ നിന്ന സ്ത്രീ ഓടി താഴെ ഇറങ്ങി വന്നിട്ട് എന്റെ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കുമ്പോഴത്തെ ഞാൻ തിരിഞ്ഞു. ഈ തിരിഞ്ഞ പടമാണ് അതായത് എന്റെ ബാക്കിലാണ് അവർ വന്നത്. ഈ തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് തിരിഞ്ഞ് ഇവരെ നോക്കിയിട്ട് എന്തിനാ നിങ്ങളുടെ പടം എനിക്ക് എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പടം എനിക്ക് എന്തിനാ? അത് കഴിഞ്ഞിട്ട് ഈ സെൽഫി എടുത്തു കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ തിരിയുന്ന സമയത്ത് അറിയാതെ എന്റെ കൈ കൊണ്ട് വീഡിയോ ക്യാമറ ഓൺ ആകുന്നു. ഈ സെൽഫി ക്യാമറയുടെ തന്നെ വീഡിയോ ക്യാമറ ഓൺ ആകുന്നു. എന്റെ ഭാഗ്യം എന്ന് പറയണം, ഈ പറഞ്ഞ ഇവിടെ എന്റെ പടമെടുക്കരുത് എന്നുള്ള പറഞ്ഞ അടക്കമുള്ള വീഡിയോ എന്റെ കയ്യില് വോയിസ് ഉണ്ട്. മുഖം എന്റെയാണ്, അപ്പോഴും ക്യാമറ എന്റെ ഫ്രണ്ടിലാണ്, അറിയാലോ, ഫ്രണ്ട് ക്യാമറയാണ്. അത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഞാനങ്ങ് പോയി ഇവരോട് പരാതി കൊടുത്തു. ഇത് കൊല്ലം പോലീസ്, ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI-യും പിന്നെ DYSP ലാൽജി, ഇവര് രണ്ടുപേരും മാറി അന്വേഷിച്ചിട്ടും ഇവർക്ക് ഒരു ഇതും കണ്ടെത്തി ഓരോ ഫേക്ക് കേസാണ്. ഇപ്പോൾ ഓരോ ഫേക്ക് കേസാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണമെങ്കിൽ ആ ഓഫീസോട് സംസാരിച്ച ഫോൺ കോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ അവര് പറയുന്നത് എന്താണ്, ശ്രീകാന്ത് പറഞ്ഞ് തള്ളി കേസ് കഴിഞ്ഞപ്പോൾ ഇവർ FIR എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് DGPക്ക് ഒരു പരാതി കൊടുക്കുന്നു. DGPക്ക് പരാതി കൊടുക്കുമ്പോൾ DGP എന്താ ചെയ്യുക? പോലീസോട് നിങ്ങൾ അത് കറക്റ്റായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞൊരു ഓർഡർ ഇടും. ആ ഓർഡറിന്റെ പുറത്ത് വീണ്ടും അവർ അങ്ങനെ വന്ന് FIR ഇടാനായിട്ട് അവർ നിർബന്ധിതരായതാണ്. കൊല്ലം പോലീസ്. അല്ലാണ്ട് നമ്മുടെ കൊല്ലം പോലീസോട് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഈ കൊല്ലം പോലീസ് ഓഫീസർ കഴിഞ്ഞ ദിവസം എന്നെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ 2 പ്രാവശ്യം ഞാൻ മൊഴി തന്നതല്ലേ, വിത്ത് ഓൾ ഡോക്യുമെന്റിന് തന്നതല്ലേ മൊഴി, ഇനിയും വേണോ? തരാം, ഞാൻ ഒരു കുഴപ്പമില്ല, എന്റെ ഫോൺ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിയോ, എന്ത് വേണം നോക്കിയോ. ഇപ്പോഴത്തെ കാലത്ത് അതിനകത്ത് ഒരു ഫോൺ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അറിയാലോ, കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അപ്പൊ അത് നിങ്ങളെല്ലാം നോക്കിയോ, ഫോറൻസിക്കിന്റെ നോക്കിയോ, ഇതെല്ലാം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷെ അവർ അതൊന്നും നോക്കാതെ അവർ FIR എടുത്തു. FIR എടുത്തു കൊല്ലം പോലീസിന്റെ കുഴപ്പമല്ല. കാര്യം DGP അവർ ഓർഡർ ഇട്ടു. DGP ഓർഡർ ഇടാനേ പറ്റുള്ളൂ. ഇനി അതിനെതിരെ ഞാൻ പോകുന്നുണ്ട് DGPക്ക്. നിങ്ങൾ ഇനി വേറെ സംഭവം, എനിക്ക് ഇതിന് 3 FIR ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാൻ സത്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എന്തിനാണ് ഒരാളെ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് എന്റെ കേസ് എന്ന് പറയുന്നത് പൊല്യൂഷനായിട്ടുള്ള എന്റെ വീട്ടിലെ എനിക്ക് മനസ്സമാധാനം തരുന്ന രീതിയിലുള്ള ഞങ്ങളുടെ പൊല്യൂഷൻ റിസ്ക് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുക. അപ്പൊ അതിനെന്നെ തകർക്കാൻ വേണ്ടി എന്നെ വ്യക്തിപരമായും മാനസികമായും തകർക്കുക. ഇപ്പൊ അപ്പുറത്തെ കേസ് പോലും വക്കീലില്ലാതെ ഞാൻ സ്വയം ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് എന്റെ ശ്രദ്ധ മാറ്റുക. ഒരു കേസ് പിന്നെ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വരുമ്പോൾ എനിക്ക് ഇവരുമായി കുറച്ച് ഇതുണ്ടാവും. അത് കുറച്ചു കാലത്തേക്ക്, 1-2 മാസത്തേക്ക്, അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ അത് പോകും. അറിയാലോ. ഇത് എന്നെ അൾട്ടിമേറ്റ് ആയിട്ട് അവർ അനുഭവിക്കാൻ പോകുന്നത് അത് അവസാനമാണ്. അതെന്റെ നഷ്ടം, എനിക്കുണ്ടായ നഷ്ടങ്ങളുണ്ടല്ലോ, മാനമടക്കമുള്ള, അതിനെതിരെ ഞാൻ പരാതി കൊടുക്കും. ആ പരാതിയിൽ അവരനുസരിക്കും. എനിക്ക് പരാതി മുങ്ങാൻ പോകുമ്പോ അല്ലെങ്കിൽ മൂക്കോളം മുങ്ങുമ്പോ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരു ചെറിയ കച്ചിത്തുറമ്പ് കിട്ടിയാൽ അവിടേക്ക് കയറി പിടിക്കില്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ന്യൂസ് കൊടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ട് സൈഡ്, എന്റെ സൈഡിലെ എന്ത് ന്യായങ്ങളുണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. പരാതിയില്ല. കൃത്യമായ ഡോക്യുമെന്റ്സ് തരാം. ഈ സ്ത്രീ കള്ളം പറയുന്നതിന്റെ എനിക്ക് അവര് ഫോട്ടോ മാസം എനിക്ക് അവർ അയച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇവരുടെ ഫോട്ടോ എടുക്കുന്നത്? ഇവര് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കണ്ടംപ്റ്റ് കോർട്ട് കേസ് ഫയൽ, കണ്ടംപ്റ്റ് മഹാരാഷ്ട്ര കേസ് എന്താണ് ഈ ചാനലിലെ അമ്മ ചാനലിൽ ഞാനൊരു എന്റെ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ വാർത്ത എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നെറ്റിക്കിടപ്പുണ്ട്, നിങ്ങൾ ചോദിക്കൂ. ഞാനിത് റിപ്പോർട്ട് ചെയ്തു. എന്റെ ഈ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോ അവര് അമൃത ചാനലിനും എനിക്കൊക്കെ എതിരായിട്ട് ഞാൻ എന്റെ 8ാമത്തെ പ്രതിയോ 9ാമത്തെ പ്രതിയോ മറ്റുമാണ്. അമൃത ചാനലിന് റിപ്പോർട്ടേഴ്സോ എല്ലാവരുമാണ് 1ാമത്തെ പ്രതികളായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ആ വക്കീൽ നോട്ടീസിനകത്ത് ഇവരുടെ വിവിധ ആംഗിളുകളിലുള്ള പടങ്ങൾ എന്റെ കയ്യിലുണ്ട്, എല്ലാ കളർ പടങ്ങൾ. അപ്പൊ പിന്നെ ഞാൻ അവരുടെ പടം എടുക്കണ്ട. പിന്നെ അതിനകത്ത് ഒരു പടം എന്ന് പറയുന്നത് ഇവര് പറയുന്ന ലോകത്ത് കള്ളങ്ങളുടെ ഏറ്റവും നല്ല തെളിവാണ്. അതായത് ഈ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ മറ്റോ 2013, 2012 മറ്റോ കർഷക ശ്രീയാണോ ഈ എന്താണ് പാലുൽപാദകരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ ഒരു അവാർഡ് ഉണ്ടല്ലോ കേരളത്തിന്റെ, ക്ഷീരധാര അവാർഡ്. അത് അല്ല, അവർ എഴുതിയിരിക്കുന്ന വേറൊരു അവാർഡാണ്, ക്ഷീര കർഷക അവാർഡ്. അങ്ങനൊരു അവാർഡ് കേരളത്തിലില്ല. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു കൺഫേം ചെയ്ത് നെറ്റി തപ്പി. അങ്ങനൊരു അവാർഡില്ല. ഇത് ക്ഷീരധാര അവാർഡാണ്. അത് തൃശ്ശൂരുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ എന്തോ കോളേജിലെ ഡിഗ്രി ഒക്കെ ഉള്ള ഭയങ്കര വാർത്തയായിട്ടാണ്. എന്തോ ഭയങ്കര നല്ല ഡിഗ്രി ഒക്കെ ഉള്ള അവനെല്ലാം വിട്ടിട്ട് ഈ പാൽ കൃഷിയിൽ പോകുന്നു, അതിന് വൻ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെന്തിനാ പിന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡാണെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ ആളാണെന്ന് കാണിക്കാനായിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അയച്ചിരിക്കുന്ന ആ പണം എന്തുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ നോക്ക്. അമ്മീത്തിലകൻ അങ്ങനെ പറയത്തില്ല. അമ്മീത്തിലകന്റെ കയ്യിലുള്ളത് അത് അവര് പ്രത്യേകിച്ച് എഴുതിയിട്ടുള്ള വാചകം എന്താണ്? തിലകന്റെ മകൻ. അതെ, അത് ഒരു പത്രക്കാരൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്തരിച്ച വേറെ ആരുടെയും മകനല്ല, തിലകന്റെ മകനാണ്. അങ്ങനെ തിലകന്റെ മകൻ ചുമ്മാ ഒരു കാര്യം പറയില്ല. ഞാൻ കയ്യിലെ പക്കാ ഡോക്യുമെന്റാണ് എൻ്റെ. ഞാൻ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വ്യാഴാഴ്ച എയർ ആൻഡ് വാട്ടർ അപ്പറേറ്റർ കേസ് ഞാൻ സ്വയം ബാധിക്കുന്ന 2ാമത്തെ ദിവസം ബാധിക്കുന്ന സമയത്ത് അവിടുത്തെ അത് കഴിഞ്ഞ ഈ കേരളത്തിൽ മുഴുവൻ വക്കീലന്മാർ ഇവിടെ വരും. എന്താണ് തിരുവനന്തപുരം പോലെ അങ്ങ് പാലക്കാട് വരെ കാസർഗോഡ് അങ്ങോട്ട് എല്ലാ ഇതും അവിടെ വരും തിരുവനന്തപുരത്ത്. അവിടുത്തെ വക്കീലന്മാർ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഒന്ന് ക്ഷയിക്കാനായിട്ട് പറഞ്ഞു എല്ലാം എടുത്തുകൂടെ സംബന്ധിച്ചായത്. അപ്പൊ അത്ര ക്ലിയർ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതിന്റെ പേടിയാണ്. ഞാനത് എന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ളത്. ഇത് നീ സുപ്രീം കോടതി കേസ് പോകണമെങ്കിലും ഇനി ബാധിക്കാൻ ഷമ്മി തയ്യാറാ. അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ഇവൻ ഇനി എന്താണ് എനിക്കെതിരെ എന്താണ് ഞാനൊരു അവിടുത്തെ ഒരു ജോലിക്കാരൻ. ഇതിനു മുമ്പ് എന്താണ് അവിടെ എന്താണ് ആ ഷോപ്പിലെ പെണ്ണുങ്ങളുടെ പണമെടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഇവർ DGPക്ക് ഒരു പരാതി കൊണ്ടുപോകും. അത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. അത് DGPക്ക് കൊടുത്തിട്ട് അവിടെ ഒരു NRSI അന്വേഷിച്ചിട്ട് അത് സത്യമാണെന്ന്, അതായത് ഞാൻ അവിടെ പോയി പണം എടുത്തു എന്നുള്ളത് അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ന് ഈ കാര്യം വെച്ചാൽ കൗണ്ടർ കേസാണത്. അതിനുശേഷം ഇത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ DYSP കൃഷ്ണകുമാർ അന്വേഷിച്ചു. അത് അന്വേഷിച്ചിട്ട് അതൊന്നുമില്ല, അത് കണ്ണതാണെന്നും പറഞ്ഞ് അത് ഇടുകയും ചെയ്തു, റഫർ ചെയ്ത് കളയുകയും ചെയ്തു. അപ്പൊ ഇതെന്താ ബന്ധം? അതെന്താ പോലീസിന്റെ കളിയല്ലേ?
ഇത് ഞാൻ മലയാള മനോരമയില് മറ്റേ മലയാള മനോരമയിൽ ഒരു ചാനലിൽ എടുത്തുകൊണ്ടല്ലോ, എന്താണ് കാക്കിക്കാര് മണികെട്ടും. ആ കാക്കിക്കാര് മണികെട്ടും എന്നുള്ള ചാനൽ അദ്ദേഹത്തെ പറയേണ്ട എന്താണ്, അവരുടെ പേര് ദീപോ മനോരമയിലെ ആ പയ്യൻ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം കണ്ടത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പെണ്ണും വിളിച്ച് വേണ്ട എന്തിനാണ് അവരെ എല്ലാം പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവരുടെ ഒറ്റ ഇതിനായിട്ടാണ് ഞാനത് കൊടുക്കാഞ്ഞത്. അത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ടൈം ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവില്ല അന്ന്. പക്ഷെ ഇപ്പോ ഞാൻ അടുത്ത ദിവസം നാളെ കൊല്ലത്ത് കോടതി കേസ് പറയുകയും ഇതെല്ലാം വെച്ചിട്ട് ഇവരുടെ FIR എല്ലാം ഞാൻ കാണിച്ചുതരാം. മനസ്സ് തുറന്ന് പറയുന്നതാണ്, ഇത് വെറും കള്ളമാണ്. അത് വിശ്വസമാണ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അതിന് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള 1500% എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഇത് ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ FIR എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കോടതി പോകുമ്പോൾ താനും പോകും. കോടതി FIR അല്ലല്ലോ, അതിന് ഫൈനൽ റിപ്പോർട്ട് കൊടുത്താൽ തന്നെ കോടതി പോകുള്ളൂ. ഫൈനൽ റിപ്പോർട്ട് പോലും പോകില്ല. അതിന് മുമ്പിൽ തന്നെ ഈ കേസ് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതി കിടക്കല്ലേ. ഇത് ഒരു അങ്ങനത്തെ ഒരു കള്ള FIR ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഇതിന് മുമ്പ് ഒരു കള്ള FIR ഉണ്ടാക്കി എന്ന് കൊടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഈ FIR ഉണ്ടാക്കിയതിനകത്ത് കൊല്ലം പോലീസിന്റെ ഭാഗം എനിക്ക് അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവരാദ്യം 2 പ്രാവശ്യം, അതായത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും DYSP അന്വേഷിച്ചപ്പോഴും അത് കള്ള കേസ് സയൻസിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതാണ്. കാര്യം എന്റെ ഡോക്യുമെന്റ് എല്ലാം കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് DGP എടുത്ത് പോയിട്ടാണ് ഇപ്പൊ കൊല്ലം പോലീസിനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് ഞാൻ ഒരിക്കലും കൊല്ലം പോലീസിനെ കുറ്റം പറയില്ല. മറ്റേ ഇതിന് മുമ്പ് ഒരു FIR എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് റഫറേജ് പോയി തള്ളിപ്പോയി. ഞാൻ പറയുന്നത് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കുക. എന്തിനങ്ങനെ ഉണ്ടാക്കി? കോടതി പറയാം, നമുക്ക് കേസ് കോടതി പറയാമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തള്ളി കളയേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ അതിനെന്താ പറഞ്ഞ വാക്കുണ്ടല്ലോ, നമ്മൾ ഈ അങ്ങനെ റെഫർ ചെയ്ത കേസ് റെഫർ ചെയ്യുമ്പോൾ കോടതിയിൽ നിന്ന് പിന്നെ കേസ് പ്രൊസീഡ് ചെയ്യില്ല. അപ്പൊ അത് ഞാൻ പ്രൊസീഡ് ചെയ്യണം. അതിനൊരു വാക്ക് പറയുന്നത് ഞാനത് അവരുടെ നിയമ എന്താണ് ലോ വാക്കാണ്, അത് മറന്നുപോയി. അത് അങ്ങനെ തള്ളി റെഫർ ചെയ്ത് കളയേണ്ട, ആ കേസ് പ്രൊസീഡ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ എന്റെ ഭാഗം എനിക്ക് പറയാനുണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ദിവസം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോകും. ഈ FIR അല്ല എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്തേ പറ്റൂ. അതിന്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഒരു സീറ്റുമില്ല. ഞാൻ ഇവിടെ പടം എടുത്തിട്ടില്ല. കാര്യം പിന്നെ ഈ സ്ത്രീ എന്തിനാണ് എന്റെ പടം എടുത്തത്? എന്റെ പടം എടുത്തിട്ടല്ലേ അവര് പോലീസിന്റെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് എന്റെ പടം, ഞാൻ അവിടെ നിൽക്കുന്ന പടം ഇവരവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, സകല പത്രക്കാർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കടക്കം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ മറ്റൊരു കണ്ടിട്ടായിരിക്കാൻ പറഞ്ഞത്. മനോരമയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. മനോരമയിൽ വിളിച്ചു, പിന്നെ എന്താണ് മാതൃഭൂമി ചാനലിൽ നിന്ന് വിളിച്ചു, പിന്നെ കൈരളിയിൽ നിന്ന് വിളിച്ചു. ഒരു 3 പേരെ വിളിച്ചിരുന്നു. 3 പേരെ വിളിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെത്തില്ല. കാര്യം അവർക്ക് 3 പേർക്ക് ഈ വിഷയം അറിയാം. മനസ്സിലായില്ലേ? അവരെ ഈ ചാനലിൽ നേരത്തെ ഈ ചാനലിലെല്ലാം വന്നതാ. ഈ എന്താ പറയുക ഓഡിയോ ചാനലിലൊക്കെ TV ചാനലുകളിലൊക്കെ എല്ലാം വന്നതാ. അപ്പൊ അതുകൊണ്ട് ചാനലുകാരും റിപ്പോർട്ട് ചെയ്ത് ശ്രദ്ധിക്കാം. കാരണം പറഞ്ഞാൽ ചാനലുകാർക്ക് എല്ലാ വിഷയം അറിയാം. നമ്മുടെ ചാനലാണെങ്കിൽ വലിയ ഭയങ്കരമായിട്ട് ടേക്കപ്പ് ചെയ്തതാണത്. അവർക്കെതിരെ കണ്ടന്റ് ഫയൽ ചെയ്താണ്. ഇതിനെ കണ്ടന്റ് നോട്ടീസ് കണ്ടന്റ് കുറേ എന്താണ് മാനനഷ്ടം. അതായത് ഒരിക്കലും അവരുടെ പണം എടുത്തിട്ടില്ല. അതാണ് എന്റെ പ്രധാനമായ സ്റ്റേറ്റ്മെന്റ്. അവരെ തന്നെ ആ ഷോപ്പിന്റെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പോലും പറഞ്ഞെടുത്തിട്ടില്ല. മറ്റുള്ള പണം എന്ന് പറയുന്നത് ഏറാൻ വാട്ടർ അപ്പറേറ്റ് അതോറിറ്റിയുടെ ഡയറി അവർ നോക്കിയിട്ടില്ലേ? എന്താണ് അവിടെ റീഡിങ്സും അവരുടെ ഇൻസ്പെക്ഷനൊക്കെ നടത്തുമ്പോഴുള്ള ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്തില്ലേ? അതിന്റെയൊക്കെ അവരെടുക്കുന്ന അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അതാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മാറ്റി പറഞ്ഞാലോ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ രേഖയ്ക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി ഒരു കാര്യം, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നടത്തിപ്പുകാര് ഈ സ്ത്രീ അല്ല. ഈ സ്ത്രീയുടെ ഓണറാണ്. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അത് അവരുടെ ഭർത്താവാണ്. അവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഈ കടയിൽ എന്തിനാ അവർ വന്ന് നിൽക്കുന്നു? കടയിൽ വന്ന് നിൽക്കും. പിന്നെ അത് അപ്പൊ ഞാൻ എന്നെ പോലെ മാത്രമുള്ള അവകാശമേ അവർക്ക് ആ ഷോപ്പിലുള്ളൂ. ശ്രീകുമാറിനല്ല. ശ്രീകുമാറിനുണ്ട്. കാരണം അവർ പ്രൊപ്പറേറ്ററാണ്. കോർപ്പറേഷനിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നൊക്കെ ലൈസൻസ് കിട്ടിയിരിക്കുന്ന അവർ ഹേക്കാണ്. അത് പ്രൊപ്പറേറ്റർക്ക്. ഓണർ എന്ന് പറഞ്ഞാൽ ആ ലാൻഡിന്റെ ബിൽഡിങ്ങിന്റെ ഓണറാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവര് കട നടത്തിപ്പുകാരെയാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്തത് കളവല്ലേ? ശരിയാണ്, അവരുടെ ഹസ്ബൻഡാണ്. മനസ്സിലായാലേ? അപ്പൊ അവരെവിടെ വരുന്നത് പോലെ തന്നെ അതേ അവകാശത്തിൽ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ നിങ്ങളും അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി അവിടെ ചെല്ലുന്നത്. ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി. പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഒരാൾക്ക് പണമെടുക്കാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല. പിന്നെ അവരവിടെ പണമെടുക്കുന്നതിന് കംപ്ലീറ്റ് ക്യാമറ വെച്ചിട്ടുണ്ട്. അണ്ടർ ക്യാമറ സർവേ നമ്മൾക്ക് വെക്കില്ലേ? അങ്ങനെ വെക്കാവുന്നതാണ്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്.
എന്ന് അവിടെ ബോർഡ് വെക്കണം. അല്ലാതെ അങ്ങനെ ക്യാമറ വെക്കാൻ പാടില്ല. അവരെന്താ വെക്കാത്തെ? നിങ്ങൾ കണ്ടിട്ടില്ലേ നാഷണൽ ഹൈവേയിൽ സ്പീഡ് പിടിക്കാൻ പറ്റേക്കുന്ന ക്യാമറ പോലും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ബോർഡ്. ക്യാമറ നിരീക്ഷണത്തിലാണ്. സ്പീഡ് പിടിക്കാൻ പറ്റുന്ന ക്യാമറ ഉണ്ടെന്ന് പറയേണ്ട കാര്യമല്ല. ക്യാമറ പബ്ലിക് പ്ലേസിൽ വെച്ചാൽ അത് പറയണം. അവിടെ എഴുതി വെക്കണം ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അതാണ് നിയമം. ചോദിച്ചു നോക്ക് പോലീസിനോട്, അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഒരിടത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരിടത്തോ ക്യാമറ വെക്കണമെങ്കിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസിന്റെ ഇതോടുകൂടി അവിടെ ബോർഡ് വെച്ച് ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾ ഈ ക്യാമറ വെച്ചതിന് വെള്ളം പോലീസ് വെച്ച് പരാതി കൊടുത്തിട്ട് ഒരാഴ്ച എടുത്തിട്ടുണ്ടോ? ഞാനല്ല, ഞങ്ങളുടെ വീടുകളിലെ സ്ത്രീകള് ഞങ്ങളുടെ വീടുകളിലേക്ക് ക്യാമറ വെച്ചിരിക്കുന്നു. അതിന്റെ പോലീസ് മാറ്റാത്തത്, പോലീസ് അതിന് ആക്ഷൻ എടുക്കാത്തത്. അപ്പൊ ഇത് കളിച്ച കളി അവിടെ നടന്നല്ലോ. കൊല്ലം പോലീസ് കളിക്കിട്ടില്ല എന്നുള്ളത് കൊല്ലം പോലീസ് നേരത്തെ ഒരു FIR എടുത്തത്. അതിനെതിരെ ഞാൻ പരാതിക്ക് പോകാറുള്ളത് കൊല്ലം പോലീസ് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കൊല്ലം പോലീസ് ഈ FIR കളിച്ചിട്ടില്ല. കാര്യം മനസ്സിലാക്കണം. ഒരു എന്റെ വണ്ടിക്ക് ഇവർ ഒരു ദിവസം കല്ലെറിഞ്ഞു. അതിന്റെ കല്ലെറിയുന്നതിന്റെ വീഡിയോ വരെ എന്റെ കയ്യിലുണ്ട്. കല്ലെറിയുന്നതിന്റെ അത് എന്റെ വണ്ടിക്ക് കല്ലെറിയുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഞാൻ പോലീസിനെ വിളിച്ചു വരുന്നത് ഇവരെ ഓടിച്ചെന്ന് ഇവര് എന്റെ സെല്ലാർഭാവ് കൊണ്ടുപോയി സീറ്റ് പറഞ്ഞു, നീ ഇമ്മീഡിയറ്റ് ചമ്മിച്ചളയത് നീ കേസ് നിന്നെ ഒരു കംപ്ലൈന്റ് പരാതി കൊടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കണം പറഞ്ഞൊരു പരാതി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടും. അതുകൊണ്ട് അപ്പൊ അങ്ങനെ അവന്റെ കൈ ഇങ്ങനെ ഈ ഇത് വെച്ച് കുത്തിക്കീറി. എന്താണ് ട്യൂബിന്റെ ലൈറ്റ് പൊട്ടിച്ച് കുത്തിക്കീറി. എന്നിട്ട് അവനെ കൊണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയില്ല. അവിടെ കൊണ്ട് വെച്ചിട്ട് അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞ രേഖ പോലീസിനെ കൊണ്ടുണ്ടാക്കി പരാതി കൊടുത്തിട്ട് എനിക്കെതിരെ FIR ഉണ്ടാക്കി. അപ്പോ അതിനകത്ത് അഡ്മിറ്റ് ആകാതെയാണ് കൊല്ലം പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം ഇന്ന് ഈസ്റ്റ് മറ്റേ ജനറൽ ഹോസ്പിറ്റൽ എന്നൊക്കെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്, മാസം എഴുതിയിരിക്കുന്നത്. ഞാനത് എന്ത് ചെയ്തു? അതിന് മുമ്പ് ബുദ്ധിപരമായിട്ട് DMOനോട് ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഒരാഴ്ച കൊടുത്തു. ഈ ഇന്ന പേഷ്യന്റ് ഇന്നാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, എന്ത് കാര്യത്തിലാണ് അഡ്മിറ്റ് ആയത്, ആ അഡ്മിറ്റ് ആയത് എന്ത് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആയത്, അദ്ദേഹത്തിന്റെ മുറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പരിക്ക് സംബന്ധമായ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ടാ, ഇതെല്ലാം ഇങ്ങനെ തന്നു തന്നെ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ ആൾ അവിടെ അഡ്മിറ്റ് ആയിട്ടില്ല. പോയില്ലേ പോലീസിന്റെ FIR കള്ളമാണെന്നുള്ളത്.